ഹലോ സ്റ്റുഡൻസ്, നമ്മൾ റിവിഷനിൽ 4 വീഡിയോ ചെയ്തായിരുന്നു. ആ 4 വീഡിയോയിലൂടെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വർക്ക് ചെയ്തത്. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് തേർഡ് യൂണിറ്റിൻ്റെ റിവിഷനാണ്. തേർഡ് യൂണിറ്റ് ഇൻ്റഗ്രേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ പഠിക്കുമ്പോൾ കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് കാണാതെ പഠിക്കണം. അപ്പോൾ ഇവിടെ ഒരു 14 സ്റ്റാൻഡേർഡ് റിസൾട്ട് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ കാണാതെ പഠിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഈ റിസൾട്ടുകൾ ഓർത്തിരുന്നാൽ മാത്രമേ ആ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നതിൽ നിങ്ങളിതൊക്കെ പഠിച്ചു കഴിഞ്ഞ സാധനങ്ങളാണ്. ഇതിൻ്റെ റിവിഷനായിട്ട് വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ എഴുതിയിട്ടിരിക്കുന്നതാണ്. നിങ്ങൾ നോട്ടിലേക്ക് ഇത് പകർത്തിയെടുത്തിട്ട് ആവർത്തിച്ച് നിങ്ങളിത് പഠിക്കുക. കാണാതെ പഠിക്കുക. കാണാതെ പഠിക്കാനുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ല. കാണാതെ പഠിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഈ റിസൾട്ടുകളെല്ലാം കാണാതെ പഠിക്കണം. ഈ റിസൾട്ടുകളെല്ലാം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ കഴിയും. അടുത്ത 2 റിസൾട്ടുകളെ എഴുതിയിട്ടുണ്ട്. cos 2x - 3 dx. നമുക്ക് cos x മാത്രമാണെങ്കിൽ sin x എന്ന് എഴുതാമായിരുന്നു. അപ്പോൾ cos 2x - 3 എന്ന് കാണുമ്പോൾ കോസിൻ്റെ റിസൾട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. കോസിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്താൽ സൈൻ എക്സ് എന്ന് കിട്ടും. കോസ് എക്സിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്താൽ സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ cos 2x - 3യുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ sin 2x - 3 എന്ന് വരും. ഇസ് ഈക്വൽ ടു sin 2x - 3 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്വാണ്ടിറ്റിയും കൂടെ വരും. ഈ ക്വാണ്ടിറ്റിയെ ഈ കിട്ടുന്ന റിസൾട്ടിനെ ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ എക്സിന് കോഎഫിഷ്യൻ്റ് ഇല്ല. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. അതുകൊണ്ടാണ് സൈൻ എക്സ് എന്ന് എഴുതിയത്. പക്ഷേ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2x എന്നുണ്ട്. അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് നോക്കാം നമുക്ക്. e⁻x-ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് e⁻x തന്നെയാണ്. e⁻x dx എന്ന് പറഞ്ഞാൽ e⁻x പ്ലസ് എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ e⁻2 - 3x e⁻x എന്ന് സങ്കല്പിച്ചാൽ അതിൻ്റെ റിസൾട്ട് e⁻2 - 3x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. പക്ഷേ ഇവിടെ എക്സിന് കോഎഫിഷ്യൻ്റ് ഉണ്ട്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -3 ആണ്. ആ -3 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള അപ്പോൾ ഇതെല്ലാത്തിനും വരും. ഇപ്പോൾ cosec 2x cot 2x എന്ന് എഴുതിയാൽ ആൻസർ -cosec 2x ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം, എക്സിന് കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ. അടുത്ത 2 റിസൾട്ട് എഴുതിയിട്ടുണ്ട്. സൈൻ സ്ക്വയർഡ് എക്സിൻ്റെ റിസൾട്ട്. സൈൻ സ്ക്വയർഡ് എക്സ് എന്ന് പറയുന്നത് 1 - cos 2x ബൈ 2 ആണ്. കോസ് സ്ക്വയർഡ് എക്സ് എന്ന് പറയുന്നത് 1 + cos 2x ബൈ 2 ആണ്. ഇത് ട്രിഗണോമെട്രിയിലെ 2 റിസൾട്ട്സ് ആണ്. ആ 2 റിസൾട്ടും നമുക്ക് ഇൻ്റഗ്രേഷനകത്ത് ആവശ്യമുണ്ട്. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർഡ് എക്സ് dx. ഇങ്ങനെ ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. ഈ പ്രോബ്ലം ആൻസർ ചെയ്യാനായിട്ട് സൈൻ സ്ക്വയർഡ് എക്സിന് പകരം 1 - cos 2x ബൈ 2 എന്ന് എഴുതണം. ഇൻ്റഗ്രൽ 1 - cos 2x ബൈ 2 ഇൻറ്റു dx. ഓക്കെ, ഈ റിസൾട്ട് സൈൻ സ്ക്വയർഡ് എക്സ് എന്ന് പറയുന്നത് 1 - cos 2x ബൈ 2 ആണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇത് ബൈ 2 ആണ്, ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ 1/2 എന്ന് പുറത്തെടുക്കാം. 1/2. ഇത് 1 ഇൻറ്റു dx. ഇൻ്റഗ്രൽ dx. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റും. എക്സ് ഇവിടെ മൈനസ് ആണ്. മൈനസ് കോസ് 2x. ഇവിടെ എക്സിന് കോഎഫിഷ്യൻ്റ് ഉണ്ട് 2 എന്നുള്ളത് ശ്രദ്ധിക്കണം. കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ. അപ്പോൾ സൈൻ 2x. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത്രയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. വളരെ സിമ്പിളാണ്. പക്ഷേ ഈ പറഞ്ഞ റിസൾട്ടുകളെല്ലാം ഓർത്തിരിക്കണം, എന്നാലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ട്രിഗണോമെട്രിയിലെ അടുത്ത 2 റിസൾട്ട്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ടാൻ സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർഡ് എക്സ് -1, അല്ലെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിൽ പോയപ്പോൾ 1 + tan സ്ക്വയർഡ് എക്സ് = സീക് സ്ക്വയർഡ് എക്സ്. അതാണ് റിസൾട്ട്. അപ്പോൾ ടാൻ സ്ക്വയർഡ് എക്സിന് പകരം സീക് സ്ക്വയർഡ് എക്സ് -1 എന്ന് എഴുതാം. കോട്ട് സ്ക്വയർഡ് എക്സിന് പകരം കൊസീക് സ്ക്വയർഡ് എക്സ് -1 എന്ന് എഴുതാം. ഈ കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ കോട്ട് എക്സ് = 1/tan x. ഈ പ്രോബ്ലം ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് a + b ഹോൾ സ്ക്വയർഡ് ആണ്.
എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്ന എ സ്ക്വയർഡ്, ആദ്യത്തെ സ്ക്വയർ, അപ്പോൾ ടാൻ സ്ക്വയർഡ് എക്സ്, പ്ലസ് രണ്ടാമത്തതിൻ്റെ സ്ക്വയർ കോട്ട് സ്ക്വയർഡ് എക്സ്, പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റും സെക്കൻഡും 2 ഇൻറ്റു എ ബി, അപ്പോൾ 2 ഇൻറ്റു ടാൻ എക്സ് ഇൻറ്റു കോട്ട് എക്സ്, 2 ടാൻ എക്സ് ഇൻറ്റു കോട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർഡ് എക്സിന് പകരം സീക്ക് സ്ക്വയർഡ് എക്സ് മൈനസ് 1 പ്ലസ് കോട്ട് സ്ക്വയർഡ് എക്സിന് പകരം കൊസീക് സ്ക്വയർഡ് എക്സ് മൈനസ് 1 പ്ലസ് ടാൻ എക്സും കോട്ട് എക്സും റെസിപ്രോക്കലാണ്. അപ്പോൾ കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/tan x ആണ്, 1/tan x. അപ്പോൾ ടാൻ എക്സും വെട്ടിപ്പോയിട്ട് 2 എന്ന് വരും ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർഡ് എക്സ് പ്ലസ് ഈ -1ഉം -1ഉം 2 ആയിട്ട് ക്യാൻസൽ ആവും. അപ്പോൾ ഇത് കൊസീക് സ്ക്വയർഡ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർഡ് എക്സ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, എന്താണത്? ടാൻ എക്സ്. ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർഡ് എക്സ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് മൈനസ് കോട്ട് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അടുത്ത പ്രോബ്ലമാണ്, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആവശ്യമുണ്ട്. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ്, എക്സിൻ്റെ പവർ എൻ ആവുമ്പോൾ ആൻസർ എക്സ് റൈസ് ടു n+1, പവർ ഒന്ന് കൂടും. അപ്പം n എന്നുള്ളത് n+1 ആവും, ഡിവൈഡഡ് ബൈ അതേ n+1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ കണ്ടീഷൻ ഉണ്ട്, n -1 ആവാൻ പാടില്ല. n -1 ആയി കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ 0 ആവും. ഡിവിഷൻ ബൈ 0 പോസിബിൾ അല്ല. അപ്പോൾ എക്സ് സ്ക്വയർഡ് ഡി എക്സ് എന്തായിരിക്കും? എക്സ് സ്ക്വയറിന് എന്നിന് പകരം 2 കൊടുക്കുന്നു, അപ്പോൾ എക്സ് സ്ക്വയർഡ് കിട്ടും. എക്സ് സ്ക്വയറിന് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ പവർ ഒന്ന് കൂടും, അപ്പോൾ എക്സ് ക്യൂബ് ആവും, ഡിവൈഡഡ് ബൈ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൻ്റെ എക്സ് ഡി എക്സ് ആകുമ്പോഴെന്താണ്? എക്സിൻ്റെ പവർ ഒന്ന് കൂടും, എക്സിൻ്റെ പവർ എക്സ് സ്ക്വയർഡ് ആവും, ഡിവൈഡഡ് ബൈ ആ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് പ്രോബ്ലം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇൻ്റഗ്രൽ 3x² - 2x + 1 ഇൻറ്റു ഡി എക്സ്. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ 3 കോൺസ്റ്റൻ്റ് ആണ്, അതിനൊന്നും ചെയ്യേണ്ട. അപ്പോൾ 3 ഇൻറ്റു x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³ 3 -2, അതിനൊന്നും ചെയ്യേണ്ട. പിന്നെ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, x²/2 പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഈ 3 3 ക്യാൻസൽ ആവും, 2 2 ക്യാൻസൽ ആവും. അപ്പോൾ ആൻസർ x³ - x² + x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട് സാധാരണ. ഇതൊക്കെ സിമ്പിളാണ്. അടുത്ത പ്രോബ്ലം, അതിന് മുമ്പ് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. 1/xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് log x എന്നാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിന് നമ്മൾ ഇത് x എന്നാണ്, /x. ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. അതിന് ചെയ്യേണ്ടത്, ഇത് ന്യൂമറേറ്ററിൽ x² ഉണ്ട്, 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ x ഉണ്ട്. എക്സ് കൊണ്ട് ന്യൂമറേറ്ററിലുള്ള ഓരോ ക്വാണ്ടിറ്റിയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ x² x + 2/x ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഒരു എക്സ് വെട്ടിപ്പോവും. മേളിലാണ് 2x ഉള്ളത്, അപ്പോൾ ഒരെണ്ണം വെട്ടിപ്പോയാൽ പിന്നെ ഒരു എക്സ് മേളിൽ, പ്ലസ് 2/x ഡി എക്സ്. ഇനി നമുക്ക് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അത് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്, x²/2 പ്ലസ് 2 ഇൻറ്റു 2 കോൺസ്റ്റൻ്റ് ആണ്. ഇത് 1/x ആണ്. 1/xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ log x എന്ന് കിട്ടും, log x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ആൻസർ. അടുത്ത പ്രോബ്ലം, ഇൻ്റഗ്രൽ sin x + 1/x + cosec² x. അപ്പോൾ 3 ഫംഗ്ഷന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. sin xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് -cos x പ്ലസ് 1/xന്റെ ഇൻ്റഗ്രേഷൻ log x എന്നാണ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ ആദ്യമേ എഴുതി തന്നിട്ടുണ്ട്, അത് കാണാൻ പഠിക്കണം. cosec² xന്റെ ഇൻ്റഗ്രേഷൻ -cot x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത്രയേ ഉള്ളൂ. അതായത് സ്റ്റാൻഡേർഡ് റിസൾട്ട് അതേ കണക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അടുത്ത പ്രോബ്ലം, ഇവിടെ 2 + 3 sin x ഡിവൈഡഡ് ബൈ cos² x. അപ്പം ന്യൂമറേറ്ററിൽ 2 ഉണ്ട്, 3 sin x ഉണ്ട്, ഡിനോമിനേറ്ററിൽ cos² x ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള ഓരോ ക്വാണ്ടിറ്റിയെയും cos² x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 2/cos² x എന്ന് കിട്ടും, പ്ലസ് 3 sin x/cos² x ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/cos x എന്ന് പറഞ്ഞാൽ sec x ആണ്. അപ്പോൾ 1/cos² x എന്ന് പറഞ്ഞാൽ sec² x. അപ്പോൾ 2 sec² x
പ്ലസ് സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ കോസ് എക്സ്. ഇത് ട്രിഗണോമെട്രിയിലെ റിസൾട്ടാണ്. സീക്ക് എക്സ് ഇസ് ഈക്വൽ 1 ബൈ കോസ് എക്സ്. 2 സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. പ്ലസ് ഇതിനെ നമുക്ക് 3 ഇൻറ്റു 1 ബൈ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇസ് ഈക്വൽ ടു, അപ്പോൾ കോസ് സ്ക്വയർ എക്സിന് നമ്മൾ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം. ആദ്യത്തത് സൈൻ എക്സിന് നമുക്ക് 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ 2 ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് 3 ഇൻറ്റു 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്കാണ്, സീക്ക് എക്സ്. ഇതും ട്രിഗണോമെട്രിക്കൽ റിസൾട്ടാണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ്. 2 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2 ഇൻറ്റു സീക്ക് സ്ക്വയർഡ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് ടാൻ എക്സ് എന്നാണ്. അത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. പ്ലസ് 3 ഇൻറ്റു സീക്കൻഡ് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അതും സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. സീക്കൻഡ് എക്സ് ഇൻറ്റു ടാൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? സീക്ക് എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ്. ഇതിൽ സീക്കൻഡ് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീക്കൻഡ് എക്സ് ആണ്. ഇത്രയുമാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പലതവണ ചോദിച്ചിട്ടുള്ളത്. അടുത്ത പ്രോബ്ലം, ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർഡ് എക്സ് മൈനസ് 1 ബൈ എക്സ് ഡി എക്സ്. സീക്ക് സ്ക്വയർഡ് എക്സ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, ടാൻ എക്സ് ആണ്. മൈനസ് 1 ബൈ എക്സിനും സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, ലോഗ് എക്സ് ആണ്. പ്ലസ് എ കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഇവിടെ എക്സ് ക്യൂബ് കൊണ്ട് ഇതിന് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ആണ്. എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1 ആണ്. അപ്പോൾ എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ്, എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് പവർ തമ്മിൽ ആഡ് ചെയ്യണം. 3 3 ആഡ് ചെയ്താൽ 6. അപ്പോൾ എക്സ് റൈസ് ടു 6 പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു 1, അത് എക്സ് ക്യൂബ് എന്ന് കിട്ടും, ഇൻറ്റു ഡി എക്സ്. ഇവിടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 6 7 ആവും. അപ്പോൾ എക്സ് റൈസ് ടു 7 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ആ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പ്ലസ് 3യേക്കാൾ 1 കൂടുതൽ 4, അപ്പോൾ എക്സ് റൈസ് ടു 4 ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പ്ലസ് എ കോൺസ്റ്റന്റ്. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വളരെ എളുപ്പം. അടുത്ത 2 പ്രോബ്ലംസ് ആണ്. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർഡ് ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഡി എക്സും ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് പ്ലസ് 1 ഡി എക്സും. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ താഴെ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഉണ്ട്, മേളിൽ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 1 കൊണ്ട് ആഡ് ചെയ്തു, 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ 1 1 ക്യാൻസൽ ആയ എക്സ് സ്ക്വയർഡ് തന്നെ കിട്ടും. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. എക്സ് സ്ക്വയർഡ് പ്ലസ് 1നെ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ക്യാൻസൽ ആയിട്ട് 1 എന്ന് കിട്ടും. എക്സ് സ്ക്വയർഡ് പ്ലസ് 1നെ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർഡ്. എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഈസ് സെയിം ആസ് 1 പ്ലസ് എക്സ് സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രൽ ഡി എക്സ് ആണ്, എക്സ് എന്ന് വരും. മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർഡിന് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാണ്. പ്ലസ് എ കോൺസ്റ്റന്റ്. ഇതുപോലെ തന്നെ ഇത് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? എക്സ് പ്ലസ് 1 മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1 എന്ന് എഴുതാം, ഇൻറ്റു ഡി എക്സ്. എക്സ് പ്ലസ് 1നെ എക്സ് പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ്. 1 ഇൻറ്റു ഡി എക്സ്, ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് എന്ന് വരും. മൈനസ് ഇത് 1 ബൈ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സിനെ പോലാണ്. അപ്പോൾ ലോഗ് എക്സ് എന്ന് വരും. ഇവിടെ എക്സ് പ്ലസ് 1 ആയതുകൊണ്ട് ലോഗ് എക്സ് പ്ലസ് 1 എന്ന് എഴുതണം. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതണ്ട. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആയിരുന്നെങ്കിൽ എന്തെഴുതും? ഡിവൈഡഡ് ബൈ 2 എന്നും കൂടെ എഴുതിയാൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത പ്രോബ്ലം, ഇൻ്റഗ്രൽ 3 കോസ് എക്സ് പ്ലസ് 4 ബൈ സൈൻ സ്ക്വയർഡ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ നമ്മൾ ഇതിൽ ഓരോന്നിനെയും സൈൻ സ്ക്വയർഡ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 3 കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർഡ് എക്സ് പ്ലസ് 4 ബൈ സൈൻ സ്ക്വയർഡ് എക്സ് ഇൻറ്റു ഡി എക്സ് is equal to integral 3 into 1 by sin x into cos x by sin x plus 4 into 1 by sin x എന്ന് പറഞ്ഞാൽ cosecant x ആണ്.
അപ്പോൾ 1 ബൈ സൈൻ സ്ക്വയർഡ് എക്സ് ഇസ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർഡ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇൻറ്റു കൊസീക്ക് സ്ക്വയർഡ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3 ഇൻറ്റു 1 ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക്ക് എക്സ്. കൊസീക്ക് എക്സ് ഇൻറ്റു കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ടെക്സ് ആണ്. ഇൻറ്റു കോട്ടെക്സ് പ്ലസ് 4 കൊസീക്ക് സ്ക്വയർഡ് എക്സ് ഇൻറ്റു ഡി എക്സ്. 3 കോൺസ്റ്റൻ്റ് ആണ്. 3 ഇൻറ്റു ഇൻ്റഗ്രൽ കൊസീക്കൻഡ് എക്സ് കോട്ടെക്സ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. റിസൾട്ട് മൈനസ് കൊസീക്ക് എക്സ് എന്നാണ്. മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ കൊസീക്ക് സ്ക്വയർഡ് എക്സ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് മൈനസ് കോട്ടെക്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയാതെ ഒരു പ്രോബ്ലം പോലും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആദ്യം എഴുതിയ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് മൊത്തവും കാണാതെ പഠിച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള വീഡിയോ ഇതിൻ്റെ ശേഷം ഭാഗങ്ങൾ കാണാനായിട്ട്. ഇത് ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്തത് കാണണമെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ ആ റിസൾട്ടുകൾ കംപ്ലീറ്റ് ബൈ ഹാർട്ട് ആക്കണം. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ 1 പ്ലസ് കോസ് എക്സ് ബൈ എക്സ് പ്ലസ് സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ. ഇവിടെയൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഇതിനെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡിഫറൻഷിയേഷനും കൂടെ അറിയണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ നിങ്ങൾ ആ ഡെറിവേറ്റീവിൻ്റെ റിസൾട്ടും കൂടെ സ്റ്റാൻഡേർഡ് റിസൾട്ടോടെ ഞാനത് പറയാം. ഇതിന് ജസ്റ്റ് കഴിയട്ടെ. അപ്പോൾ എക്സ് റൈസ് ടു എന്നിന് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ. എക്സ് റൈസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്നിന് പകരം 1 കൊടുത്താൽ എക്സ് റൈസ് ടു 1, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ഇൻറ്റു എക്സ് റൈസ് ടു 1 മൈനസ് 1, അതായത് എക്സ് റൈസ് ടു 0, 1 ഇൻറ്റു എക്സ് റൈസ് ടു 0 ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അതുപോലെ സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ് എന്ന് കിട്ടും. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 എന്ന് കിട്ടും, സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ് എന്ന് കിട്ടും. ഇത് ന്യൂമറേറ്ററിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? എക്സ് പ്ലസ് സൈൻ എക്സിന് പകരം യു എന്ന് കൊടുക്കുക. യു എന്നിട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, 1 എന്ന് കിട്ടും. പ്ലസ് സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, കോസ് എക്സ് എന്ന് കിട്ടും. ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. ടേക്കിംഗ് ഡിഫറൻഷ്യൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡി എക്സും കൂടെ എഴുതണം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട്. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1, സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ്. 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി യു ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടുന്നത് നിങ്ങൾക്ക്? ഇൻ്റഗ്രൽ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ്, 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ എക്സ് പ്ലസ് സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ യു സ്ക്വയർഡ്. എക്സ് പ്ലസ് സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർഡ് ഈസ് യു സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ യു സ്ക്വയർഡ് നമുക്ക് മേളിൽ കൊണ്ടുപോകാം, യു റൈസ് ടു മൈനസ് 2 ഡി യു എന്ന് വരും. ഇതിപ്പോൾ ഇതുപോലെ ഇരിക്കുക, എക്സ് റൈസ് ടു മൈനസ് 2 ഡി എക്സ് പോലെ ഇരിക്കുക. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റൻറ്റ്, അതായത് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റൻ്റ് ആണ്. ഇതിപ്പോൾ എന്ത് കിട്ടും? എക്സ് റൈസ് ടു മൈനസ് 1 ബൈ മൈനസ് 1 പ്ലസ് എ കോൺസ്റ്റൻറ്റ് മൈനസ് 1 ബൈ എക്സ് എന്ന് കിട്ടും. ഇവിടെ എക്സിന് പകരം യു ആണ്. അപ്പോൾ എന്ത് കിട്ടും ആൻസർ? യു റൈസ് ടു മൈനസ് 2 ഡി യുനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് 1 ബൈ യു എന്ന് കിട്ടും പ്ലസ് എ കോൺസ്റ്റൻറ്റ് സിക്കൽ ടു മൈനസ് 1 ബൈ യു എന്ന് പറയുന്നത് എക്സ് പ്ലസ് സൈൻ എക്സ്. എക്സ് പ്ലസ് സൈൻ എക്സ് ആണ് യു. എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത് ഡിഫറൻഷിയേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്. 12 റിസൾട്ട്സ് ഉണ്ട്. ഈ റിസൾട്ട്സ് എല്ലാം നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. അതും നിങ്ങൾക്ക് ഇവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇൻറ്റഗ്രേഷൻ പഠിക്കണമെങ്കിൽ ഡിഫറൻഷിയേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് മൊത്തം അറിയണം, ഇൻറ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഫുൾ അറിയണം, അതുപോലെ തന്നെ ട്രിഗണോമെട്രിയുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഫുൾ അറിയണം. എന്നാലേ നമുക്ക് ഇൻറ്റഗ്രേഷനിനകത്തുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻറ്റഗ്രേഷന് മാർക്ക് കിട്ടുന്നത്ര ഈസി ടാസ്ക് അല്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മാത്രമേ ഇൻറ്റഗ്രേഷൻ പഠിക്കാൻ കഴിയുള്ളൂ. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ 2 ഇൻറ്റു എക്സ് റൈസ് ടു 4 ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 10 ഇൻറ്റു ഡി എക്സ്. ഇവിടെ നിങ്ങൾ എക്സ് റൈസ് ടു 10ന് പകരം എക്സ് റൈസ് ടു 5 ദി ഹോൾ സ്ക്വയർഡ് എന്നെഴുതാം. 5 ഇൻറ്റു 2 10 ആണ്, അതുകൊണ്ടാണ്. ഇൻ്റഗ്രൽ
2x raised to 4 dx divided by 1 plus x raised to 5 the whole squared. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എക്സ് റൈസ് ടു 5 പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് എക്സ് റൈസ് ടു 5 ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൻ എക്സ് റൈസ് ടു n-1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 5x റൈസ് ടു 5 - 1 5 - 1 4 ആണ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 പുറത്ത് വരും. 2 കോൺസ്റ്റൻ്റ് ആണ്. എക്സ് റൈസ് ടു 4 ഡി എക്സ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡി യു ബൈ 5. അപ്പോൾ ഡി യു ബൈ 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 5 യു. അപ്പം യു സ്ക്വയർഡ് എന്ന് വരും. എക്സ് റൈസ് ടു 5 വരും, യു എടുക്കുമ്പോൾ യു സ്ക്വയർഡ്. ഇത് 1/5 ആണ്. അപ്പോൾ അത് ഇൻ്റഗ്രൽ സൈന് പുറത്തു കൊണ്ടുവരണം. അപ്പോൾ 2/5 ഇൻ്റഗ്രൽ ഡി യു ബൈ 1 പ്ലസ് യു സ്ക്വയർഡ്. അപ്പോൾ 2/5 ഇൻറ്റു 1/1 പ്ലസ് എക്സ് സ്ക്വയർഡ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഡിഫറൻസിയേഷൻ്റെ അല്ല ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് യു ആണ്. ടാൻ ഇൻവേഴ്സ് യു പ്ലസ് എ കോൺസ്റ്റൻറ്റ് ബേസിക്കലി 2/5 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എന്താണ് യു എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 5 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ sec squared x ബൈ √1 മൈനസ് tan squared x. ഇവിടെ നിങ്ങൾ tan x പകരം യു എന്ന് കൊടുക്കണം. എന്നിട്ട് tan x = യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. tan x-ൻ്റെ ഡെറിവേറ്റീവ് sec squared x dx is equal to du. tan x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയണം, എന്നാലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. is equal to ഇൻ്റഗ്രൽ sec squared x dx എന്ന് പറഞ്ഞാൽ du ബൈ √1 മൈനസ് യു സ്ക്വയർഡ്. 1 മൈനസ് tan squared x എന്ന് പറയുമ്പോൾ tan x യു ആണ്, അപ്പോൾ യു സ്ക്വയർഡ്. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. സൈൻ ഇൻവേഴ്സ് യു പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് യു എന്ന് പറയുന്നത് ടാൻ എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ sec squared x ബൈ 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. ഇവിടെ 1 പ്ലസ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു യു എന്ന് കൊടുക്കും. 1 പ്ലസ് ടാൻ എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആണ്. ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ sec squared x ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡി യു ബൈ യു എന്ന് വരും. അപ്പോൾ 1/u 1/uവിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് യു ആണ്. ലോഗ് യു പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് യു എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അടുത്ത ഇൻ്റഗ്രൽ 1/x log x dx. അപ്പോൾ log x-ന് പകരം നിങ്ങൾ യു എന്ന് കൊടുക്കുക. log x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 1/x dx. log x-ന് ഡെറിവേറ്റീവ് 1/x ആണ്. 1/x dx is equal to du is equal to ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ du. അപ്പോൾ മേളിൽ du, താഴെ log x u du ബൈ യു. 1/uവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് 1/x-ൻ്റെ കണക്കാണ്. 1/x-ൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ആണെങ്കിൽ 1/uവിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് യു ആണ്. അപ്പോൾ ലോഗ് യു പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ലോഗ് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് എന്ന് വരും. അടുത്ത ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് കോസ് എക്സ് ഡി എക്സ്. സൈൻ ക്യൂബ് എക്സ് കോസ് എക്സ് ഡി എക്സ്. ഇവിടെയും സബ്സ്റ്റിറ്റ്യൂഷനാണ്. സൈൻ എക്സിന് പകരം യു എന്ന് കൊടുക്കും. ഒട്ട് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു യു. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു ഡി യു. അപ്പോൾ ഇവിടെ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുമ്പോൾ യു ക്യൂബ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി യു. ഇത് എക്സ് ക്യൂബ് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ എക്സ് ക്യൂബ് ആണെങ്കിൽ എക്സ് റൈസ് ടു 4/4 എന്ന് എഴുതും. അപ്പോൾ യു ക്യൂബ് ആകുമ്പോൾ യു റൈസ് ടു 4/4 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. യു എന്ന് പറയുന്നത് സൈൻ എക്സ്. അപ്പോൾ സൈൻ
റൈസ് ടു 4x ബൈ 4 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതെല്ലാം എക്സാമിന് ചോദിച്ച പ്രോബ്ലംസ് ആണ്. ഞാൻ അത് കണക്ക് എഴുതിയാണല്ല. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർഡ് ഇൻറ്റു ലോഗ് എക്സ് ഡി എക്സ്. ഇവിടെ എക്സ് സ്ക്വയർഡ് ഒരു ഫംഗ്ഷനാണ്, ലോഗ് എക്സ് മറ്റൊരു ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് സ്ക്വയർഡ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പം എക്സ് സ്ക്വയർഡ് ഇൻറ്റു ലോഗ് എക്സ്, അപ്പം പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്, ഇൻ്റഗ്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് എന്ന് നമുക്ക് വായിക്കാം. ഇപ്പോൾ ഇവിടെ ലോഗ് എക്സ് വരുന്ന ഒരു കേസിൽ, പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസിൽ ലോഗ് എക്സ് വരുന്ന കേസിൽ ലോഗ് എക്സ് എപ്പോഴും ആദ്യത്തെ ഫംഗ്ഷനായിട്ട് എഴുതണം. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ലോഗ് എക്സും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എക്സ് സ്ക്വയർഡും എഴുതണം. ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർഡ്. ഇനി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇൻ്റഗ്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷന് സോൾവ് ചെയ്യാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നാണ് പറയുന്നത്. അത് സോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് ഇതാണ്. ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുക. ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ്. അപ്പോൾ ലോഗ് എക്സ് അങ്ങോട്ട് എഴുതി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർഡ് ആണ്. എക്സ് സ്ക്വയർഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ദി അടുത്ത് ചെയ്യേണ്ടത്, അപ്പം നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് എഴുതി, മൈനസ് ഇൻ്റഗ്രൽ സിമ്പിൾ ഇട്ട് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്. ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഇതാണ് ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 ഇൻറ്റു ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് ഇവിടെ ഒരു എക്സ് ക്യാൻസൽ ആവും, എക്സ് സ്ക്വയർഡ് എന്ന് വരും, മൈനസ് 1/3 ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർഡ് ഡി എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 1/3 ഇൻറ്റു എക്സ് സ്ക്വയർഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതിനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നാണ് പറയുന്നത്. അടുത്ത പ്രോബ്ലം, ഈ പ്രോബ്ലം ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഇ റൈസ് ടു 2x ഇൻറ്റു ഡി എക്സ് എന്ന പ്രോബ്ലമാണ്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർഡ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു 2x. അപ്പം പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ഒരു വേറൊരു മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതിന് ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ DI മെത്തേഡ്. അപ്പോൾ ആദ്യം ഡിഫറൻസിയേഷൻ എന്നൊരു കോളം വരയ്ക്കണം, ഇൻ്റഗ്രേഷൻ എന്നൊരു കോളം വരയ്ക്കണം. ഡിഫറൻസിയേഷൻ്റെ കോളത്തിൽ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതണം. ഇൻ്റഗ്രേഷൻ്റെ കോളത്തിൽ ആദ്യം ഇ റൈസ് ടു 2x സെക്കൻഡ് ഫംഗ്ഷൻ എഴുതണം. ഇനി നിങ്ങൾ എക്സ് സ്ക്വയർഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയർഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയർഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x. ഇവിടെ ഇ റൈസ് ടു 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇ റൈസ് ടു 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു 2x ബൈ 2. ഇ റൈസ് ടു 2x ബൈ 2. ഓക്കെ, ഇ റൈസ് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അടുത്തത് നിങ്ങൾ ഈ 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 ഇൻറ്റു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1, അപ്പോൾ 2 എന്ന് കിട്ടും. 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2. ഇ റൈസ് ടു 2xനെ 1/2 ഇൻറ്റു ഇ റൈസ് ടു 2xനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇ റൈസ് ടു 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു 2x ബൈ 2. ഇനി 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. ഇനി നിങ്ങൾ ഇത് 1/4 എടുക്കാം. എന്നിട്ട് ഇ റൈസ് ടു 2xനെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഇ റൈസ് ടു 2x ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പം ഇത് 0 ആവുന്ന വരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് 0 ആവുന്ന വരെ ചെയ്യണം. ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. എന്തുകൊണ്ട്? ഇത് 0 ആയി കഴിഞ്ഞു, അതുകൊണ്ട് നിർത്താം. ഇനി ഇതാ ഇവിടെ ഒരു ആദ്യത്തേന് പ്ലസ് കൊടുക്കണം, രണ്ടാമത്തേന് മൈനസ് കൊടുക്കണം, മൂന്നാമത്തേത് പ്ലസ്, ഇത് മൈനസ്. പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇനി നിങ്ങൾ കോണോട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയർഡിന് ഇ റൈസ് ടു 2x ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2xന് 1/4 ഇ റൈസ് ടു 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2ന് 1/4 ഇ റൈസ് ടു 2x ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ എന്ത് കിട്ടും? പ്ലസ് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഇ റൈസ് ടു 2x/2. അപ്പോൾ എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഇ റൈസ് ടു 2x/2. അടുത്ത ഇത് മൈനസ് ആണ്. മൈനസ് 2x ഇൻറ്റു 1/4 ഇ റൈസ് ടു 2x. മൈനസ് 2x ഇൻറ്റു 1/4 ഇ റൈസ് ടു 2x. അടുത്തത് പ്ലസ് ആണ്. പ്ലസ് 2 ഇൻറ്റു 1/8. ഇത് 1/8 ആണ്. പ്ലസ് 2 ഇൻറ്റു 1/8 ഇ റൈസ് ടു 2x. ഇതാണ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ DI മെത്തേഡ് ഇതാണ് എളുപ്പമുള്ള മെത്തേഡ്. മറ്റേത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അടുത്ത പ്രോബ്ലം എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഇ റൈസ് ടു -x ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ DI മെത്തേഡ് വെച്ച് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. DI മെത്തേഡിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർഡ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു -x. എക്സ് സ്ക്വയർഡിനെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x, 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2, 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0, 2 കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആവും. ഇ റൈസ് ടു -x, ഇ റൈസ് ടു -xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു -x/-1, അതായത് മൈനസ് ഇ റൈസ് ടു -x എന്ന് വരും. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ മൈനസ് ഇ റൈസ് ടു -xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു -x/-1, മൈനസ് മൈനസ് പ്ലസ് ആവും, ഇ റൈസ് ടു -x എന്ന് കിട്ടും. അടുത്ത വീണ്ടും ഇ റൈസ് ടു -xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇ റൈസ് ടു -x/-1. എന്നിട്ട് ഇവിടെ പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ്. ഈ എക്സ് സ്ക്വയർഡും ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. എക്സ് സ്ക്വയർഡ് ഇൻറ്റു മൈനസ് ഇ റൈസ് ടു -x. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർഡ് ഇ റൈസ് ടു -x. അടുത്ത മൈനസ് 2xും ഈ പ്ലസ് ഇ റൈസ് ടു -x. അപ്പോൾ മൈനസ് 2x ഇ റൈസ് ടു -x. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അടുത്ത ഈ 2ഉം ഈ മൈനസ്, ഇത് മൈനസ് ഇ റൈസ് ടു -x ആണ്. അപ്പോൾ പ്ലസ് 2 ഇൻറ്റു മൈനസ്, അപ്പോൾ മൈനസ് 2 ഇ റൈസ് ടു -x. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അടുത്തത് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർഡ് സൈൻ എക്സ് dx. അപ്പോൾ ഡിഫറൻഷിയേഷൻ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, ഫസ്റ്റ് കോളം ഡെറിവേറ്റീവ്, സെക്കൻഡ് കോളം ഇൻറ്റഗ്രേഷൻ. ഫസ്റ്റ് കോളത്തിൽ ആദ്യം എക്സ് സ്ക്വയർഡ് എഴുതും, ഇവിടെ സൈൻ എക്സ് എഴുതും. എന്നിട്ട് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x, 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2, 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് 0. ഇത് സൈൻ എക്സ്. സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ്. ഇനി മൈനസ് ഇവിടെ ഉണ്ട്, കോസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എക്സ്, അപ്പോൾ മൈനസ് സൈൻ എക്സ്. ഇനി മൈനസ് സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ്, മൈനസ് മൈനസ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ ആൻസർ ഈ എക്സ് സ്ക്വയർഡും ഈ മൈനസ് കോസ് എക്സും മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർഡ് കോസ് എക്സ്. ഈ മൈനസ് 2xും മൈനസ് സൈൻ എക്സും, മൈനസ് 2xും മൈനസ് സൈൻ എക്സും ആവും പ്ലസ് 2x സൈൻ എക്സ്. അടുത്ത ഇത് പ്ലസ് 2ഉം ഇത് കോസ് എക്സ്, പ്ലസ് 2 കോസ് എക്സ്, 2 കോസ് എക്സ്. ഇതാണ് ആൻസർ. വളരെ സിമ്പിളാണ് ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ. അല്ലാതെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിന് ഷോർട്ട് കട്ട് അല്ലാതെ ജനറൽ മെത്തേഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പ്രയാസമാണ്, കുറേ സമയമെടുക്കും, പിന്നെ തെറ്റാനും ചാൻസ് ഉണ്ട്. അടുത്ത നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലോട്ട് പോവുകയാണ്. ഇൻ്റഗ്രൽ 0 to π/2, 0 തൊട്ട് π/2 വരെ എന്നുള്ള പോർഷനിൽ മാത്രമാണ് നമ്മൾ sin x/√1 - cos x ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അല്ല, ഇൻഡെഫിനിറ്റ് അല്ല. മറ്റേത് വെറും ഇൻ്റഗ്രൽ സിമ്പിൾ ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് എന്ന് പറയും നമ്മൾ. ഇതാണെങ്കിൽ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് 0 തൊട്ട് π/2 വരെ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ് മെത്തേഡ്. 1 - cos x ന് u എന്ന് കൊടുക്കണം. 1 - cos x ന് പകരം u. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് 0. മൈനസ് കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു. ഇത് മൈനസ് മൈനസ് പ്ലസ് ആണ്, അപ്പോൾ സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും, ഇസ് ഈക്വൽ ടു ഡി യു. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡി യു ബൈ റൂട്ട് യു എന്ന് വരും. ഇൻ്റഗ്രൽ ഡി യു ബൈ റൂട്ട് യു. ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ 1/u⁻²⁴ ഡി യു എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു, ഇതിനെ മേളിൽ കൊണ്ടുപോകാം. അപ്പോൾ u⁻² ഡി യു. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. u⁻n+1 എന്ന് വരും. -1/2 + 1 ഡിവൈഡഡ് ബൈ -1/2 + 1 ഇസ് ഈക്വൽ ടു, ഇത് u⁻1/2 എന്ന് വരും, ബൈ 1/2. അപ്പം 1/2 അങ്ങ് മേളിൽ പോകും. അപ്പോൾ 2√u എന്ന് എഴുതാം. റൂട്ട് യു എന്ന് പറഞ്ഞാൽ 1 - cos x. അപ്പോൾ 2 × √1 - cos x എന്ന് വരും. ലിമിറ്റ് 0 π/2. ഓക്കെ. ഇനി ചെയ്യേണ്ടത് ആദ്യം എക്സിന് π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
അപ്പോൾ 2 ഇൻറ്റു റൂട്ട് 1 മൈനസ് കോസ് പൈ ബൈ 2. ഓക്കെ, മൈനസ്, പിന്നെ ഒരു മൈനസ് ഇടണം, എന്നിട്ട് എക്സിന് 0 കൊടുക്കണം. അപ്പോൾ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് 0. ഇവിടെ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് 0, കോസ് 90 0 ആണ്. അപ്പോൾ ട്രിഗണോമെട്രിയിൽ ആ റിസൾട്ട് നിങ്ങൾ അറിയണം, കോസ് 90 0 എന്നുള്ളത്. മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് 0 1, കോസ് 0 1 എന്നുള്ള റിസൾട്ട് നിങ്ങൾ അറിയണം. ഇത് 0 ആയി പോകും. ഇത് റൂട്ട് 1 ഈസ് 1. അപ്പോൾ 2 ഇൻറ്റു 2 എന്ന് കിട്ടും ആൻസർ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, 5 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് ചോദിച്ചതാണ്.